മഴ തോരും മുമ്പയുടെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് പറയാൻ വേണ്ടി പോകുന്നത്. മനുവും അതുപോലെ തന്നെ അലീനയും തമ്മിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ഒന്ന് കമന്റ് ചെയ്യണേ. ഡീറ്റെയിൽ റിവ്യൂലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അലീന എവിടെയാണെന്നുള്ള കാര്യം അറിയാതെ മനു ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ബാലചന്ദ്രനും അതുപോലെ കൃഷ്ണേന്ദും പുറകെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അലീനയെ കണ്ടോ ഇല്ലയോ, ഇനി അവരുടെ കൂടെ തന്നെയാണോ അലീന ഉള്ളത് എന്നൊന്നും ഉറപ്പില്ലല്ലോ മനുവിന്. അതുകൊണ്ട് തന്നെ രേവതിക്കുട്ടിയുടെ അടുത്തേക്കാണല്ലോ അലീന. ബാലചന്ദ്രന്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങോട്ടാണ് പോവുക. അതുകൊണ്ട് തന്നെ രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് അലീന അവിടെ എത്തിയോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ രേവതിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അലീന ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടുമില്ല, അവിടുന്ന് പോരുന്ന കാര്യത്തെക്കുറിച്ച് എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുമില്ല. ഇത് ചേച്ചി ഇങ്ങോട്ട് വരില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യം രേവതിക്കുട്ടി ചോദിക്കുന്ന സമയത്ത് മനു കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് രേവതിക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്റെ ചേച്ചിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരാരാണ്? എന്തായാലും ഇത് ഞാൻ വെറുതെ വിടില്ല. ചേച്ചിയെ ഉപദ്രവിച്ചിടത്തൊക്കെ ഞാൻ പകരം ചോദിച്ചിരിക്കും എന്നുള്ള രീതിയിൽ വെല്ലുവിളിയൊക്കെ രേവതിക്കുട്ടി നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് മനുവേട്ടന്റെ അടുത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ചേച്ചി എവിടെയാന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ വിളിച്ച് അറിയിക്കണമെന്ന്. രേവതിക്കുട്ടിയും ആകെ സങ്കടത്തിലാണ്. അലീന ഇപ്പോ എങ്ങോട്ടാ പോയത്, അലീനയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചതെന്നുള്ള കാര്യം അറിയാതെ. അങ്ങനെ മനു ആണെന്നുണ്ടെങ്കിൽ ബാലചന്ദ്രന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കുന്നുണ്ട്. ആദ്യം വിളിച്ചു നോക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ആണ്. ഫോൺ ഓണാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും അവരെവിടെയുള്ളതെന്ന് ട്രേസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ അന്നേ ദിവസം രാത്രിയാണെങ്കിൽ ഒരു സമാധാനവും ഇല്ലാതെയാണ് മനു അവിടെ ഇങ്ങനെ കിടക്കുന്നത്, ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. അതേസമയം റിസോർട്ടിലാണെന്നുണ്ടെങ്കിൽ അലീനയും അതുപോലെ തന്നെ കൃഷ്ണമോളും തമ്മിൽ കൂടുതൽ സംസാരമൊന്നുമില്ലല്ലോ. കൃഷ്ണമോൾക്കാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തത്തില് ഒന്നും അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അലീനയുടെ അടുത്ത് പഴയതുപോലെ തന്നെ ആ ഒരു സ്നേഹം കാണിക്കാനൊന്നും കൃഷ്ണമോൾക്ക് പറ്റുന്നില്ല. അലീന കാരണമാണല്ലോ വീട്ടില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു അകൽച്ച പോലെയാണ് അലീനയും അതുപോലെ തന്നെ കൃഷ്ണമോളും തമ്മിലുള്ളത്. കുറച്ചു നേരം അച്ഛനുമായിട്ട് സംസാരിച്ച് അവരിങ്ങനെ റിസോർട്ടിനുള്ളിൽ കൂടെയൊക്കെ നടന്നതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് 3 പേരും കൂടി കിടക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ കൃഷ്ണമോളുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ കിടക്കുന്നത്. അലീനയ്ക്ക് ഒരിക്കലും കൃഷ്ണമോളോട് ഒരു ദേഷ്യമില്ലല്ലോ. അലീനയോട് തിരിച്ച് കൃഷ്ണമോൾക്കാണെങ്കിൽ ദേഷ്യമൊന്നുമല്ല, പക്ഷെ അവൾക്ക് എന്തോ മാനസികമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 പേരും കൂടി കിടക്കുന്നുണ്ട്. ആദ്യം കൃഷ്ണമോളാണ് ഉറങ്ങുന്നത്. അത് കഴിഞ്ഞ് അലീനയും ഉറങ്ങിപ്പോകുന്നുണ്ട്. കാരണം നല്ല ക്ഷീണമുണ്ടല്ലോ, ഒരുപാട് കരയുകയും അതുപോലെ തന്നെ അലീനയുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്ത രീതിയിൽ അവര് വലിച്ചിറക്കി പുറത്തേക്ക് വിടുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. അതിന്റെ പേരിലും അലീനയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ആള് ഭയങ്കരമായിട്ട് ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഉറങ്ങി പോകുന്നുണ്ട്. പക്ഷേ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഉറക്കം വരുന്നില്ല. കുറച്ചു നേരം മക്കളുടെ കൂടെ കിടന്ന് പുറത്തു പോയിരിക്കുകയാണേ. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണമോള് എപ്പോഴോ ഉണർന്നു നോക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ കാണുന്നില്ല. അച്ഛനെ കാണാതാകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അലീനയാണെങ്കിൽ നല്ല ഉറക്കമാണല്ലോ. അച്ഛൻ ഒറ്റയ്ക്ക് എവിടെയായിരിക്കും പോയെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ബാൽക്കണിയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ അച്ഛാ ഉറങ്ങാതെ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൃഷ്ണമോള് ചോദിക്കുമ്പോ തനിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് ബാലേന്ദ്രൻ പറയുന്നത്. അച്ഛൻ എന്താ പറ്റിയത്? എന്തിനാണ് അച്ഛൻ അലീന ചേച്ചിയെ വീണ്ടും ഇങ്ങോട്ടേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ട് വന്നത്? അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് അച്ഛന് അലീന ചേച്ചിയെ അങ്ങ് അകറ്റി നിർത്തിയാ പോരെ? കുടുംബത്തിലെ സമാധാനം കളയാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണേ. മോളെ, നീയും എന്നെ കുറ്റപ്പെടുത്തുവാണോ? അച്ഛന്റെ മാനസികാവസ്ഥ എന്താന്നുള്ള കാര്യം മോൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അച്ഛൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൃഷ്ണമോളെടുത്ത് തുറന്നു പറഞ്ഞൂടെ? അച്ഛൻ എന്തിനാണ് എല്ലാം മനസ്സിലിട്ടിട്ട് ഇങ്ങനെ വിഷമിക്കുന്നത്? അച്ഛനെ എന്നോടെങ്കിലും തുറന്നു പറഞ്ഞൂടെ അച്ഛാ എന്നൊക്കെ ചോദിക്കുമ്പോ കൃഷ്ണമോള് തന്റെ മനസ്സ് കേൾക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അത് മാത്രമല്ല അലീനയുമായിട്ട് കൃഷ്ണമോൾ അകലം കാണിക്കുന്നതും ബാലേന്ദ്രന് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോളടുത്ത് കാര്യങ്ങൾ തുറന്നു പറയാണ്. അച്ഛൻ മോളോട് ഇപ്പൊ ഒരു കഥ പറയാൻ വേണ്ടി പോവാണ്. അമ്മ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു എന്നും ആ കുഞ്ഞിന് ജനിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഓർഫണേജിലാക്കുകയും ആ കുഞ്ഞ് വലുതായി 22 വർഷങ്ങൾക്ക് ശേഷം മോളുടെ മുത്തശ്ശൻ ഓർഫണേജിൽ നിന്നും മോളുടെ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ കുട്ടിയാണ് അലീന. അത് കേട്ട് കൃഷ്ണമോള് ആകെ ഷോക്കായ പോലെ ഇങ്ങനെ നിൽക്കുവാണേ. അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത്? അപ്പോ അലീന ചേച്ചി നമ്മുടെ അമ്മയുടെ കുഞ്ഞാണോ? അതേ മോളെ, അച്ഛന് അന്ന് അറ്റാക്ക് വന്നത് കുടിച്ചിട്ടൊന്നുമല്ല. ഈ സത്യം തിരിച്ചറിഞ്ഞ ആ സമയത്ത് വന്ന ഷോക്ക് കൊണ്ടാണ് അച്ഛന് അറ്റാക്ക് വന്നത്.
അതുകൂടി കേൾക്കുമ്പോഴേക്കും കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ ആകെ വല്ലാണ്ടാവുകയാണേ. ഇപ്പൊ മോൾക്ക് മനസ്സിലായോ അച്ഛൻ എന്തുകൊണ്ടാണ് അലീനയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി സമ്മതിക്കാതിരുന്നത് എന്നുള്ള കാര്യം. അച്ഛൻ എന്തിനാ ഈ കാര്യങ്ങളെല്ലാം ഉള്ളിലൊതുക്കി നടക്കുന്നത്? അച്ഛന് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണേ. ആരടുത്താണ് മോളെ ഞാൻ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടത്? നിന്റെ അമ്മയുടെ അടുത്തോ? നിന്റെ അമ്മ എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടല്ലേ കല്യാണം കഴിച്ചത്? അന്ന് അമ്മ എന്റെ അടുത്ത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവൾക്കൊരു തെറ്റ് പറ്റി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചേനെ. എന്നാൽ ഇത്രയും വർഷം അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് നിന്റെ അമ്മ ഒരു വാക്ക് പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല ഇത്രയും കാലം നിന്റെ അമ്മ എന്നെ ഭരിച്ചും കൊണ്ടായിരുന്നു വീട്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവള് ചെയ്ത തെറ്റുകളെല്ലാം മറച്ചു വെച്ചിട്ട് എന്നെ ഒരു കുറ്റവാളിയെ പോലെയാണ് അവള് ഇപ്പൊ നോക്കി കാണുന്നത്. വന്നത് മുതൽ അലീനയെ അകറ്റി നിർത്തുന്ന രീതിയിലായിരുന്നല്ലോ കൃഷ്ണമോളുടെ ഓരോ പ്രവർത്തനവും. അതുകൊണ്ട് തന്നെ കൃഷ്ണമോള് അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ എനിക്കെന്തോ ഒന്ന് പൊട്ടിക്കരയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നങ്ങാണ്ട് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കൃഷ്ണമോള്. അത് കഴിഞ്ഞിട്ട് സ്വന്തം ചേച്ചിയെ അകറ്റി നിർത്തിയ ആ വിഷമത്തില് കൃഷ്ണമോള് കിടന്നുറങ്ങുന്ന അലീനയെ ചേർന്ന് പിടിച്ച് കിടന്നുറങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത് അലീനയോട് ഒരു പ്രത്യേക സ്നേഹത്തിലാണ് കൃഷ്ണമോള് സംസാരിക്കുന്നത്. അത് കാണുമ്പോൾ അലീനയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. കാരണം അലീനയെ അകറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണല്ലോ കൃഷ്ണമോള് എന്നുള്ളൊരു വേദന അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അത് ഇപ്പൊ ഇല്ല എന്നും കൃഷ്ണമോള് സത്യം മനസ്സിലാക്കി എന്നുള്ള കാര്യം അലീനയും തിരിച്ചറിയാണ്. അങ്ങനെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവിടെ കഴിയുന്നത്. തുടർന്ന് ബാലചന്ദ്രൻ ഫോണ് ഓണാക്കി നോക്കുന്നുണ്ട്. ആ സമയത്ത് മനുവിന്റെ മിസ് കോൾ അലേർട്ട് ഒരുപാട് കാണാണ്. അങ്ങനെ ബാലേന്ദ്രൻ മനുവിനെ തിരിച്ചു വിളിക്കുന്നുണ്ട്. ബാലേന്ദ്രന്റെ കോൾ കാണുമ്പോഴേക്കും മനു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഫോൺ എടുക്കുവാണേ. അങ്കിളെ നിങ്ങൾ എവിടെയാണ്? അലീന അങ്കിളുടെ കൂടെ ഉണ്ടോ? നിങ്ങൾ 3 പേരും ഒരുമിച്ചാണോ? എവിടെയാ സ്റ്റേ ചെയ്യുന്നതെന്നൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പെട്ടെന്ന് ചോദിക്കുന്നുണ്ടേ. മനു ഞങ്ങൾ 3 പേരും ഒരുമിച്ച് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം ബാലേന്ദ്രൻ പറയാണ്. നിങ്ങൾ എവിടെയാന്ന് അങ്കിളെ ഒന്ന് പറയൂന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ആരെടുത്തും പറയില്ല അങ്കിള്, എവിടെയാണെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് വരാം, ദയവ് ചെയ്തിട്ടൊന്ന് പറയൂ എന്നൊക്കെ പറയുമ്പോഴാണ് ബാലേന്ദ്രൻ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, നീ ആരോടും പറയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ താമസിക്കുന്നത് എവിടെയാണെന്നുള്ള കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാണ്. അങ്ങനെ മനുവിന്റെ അടുത്ത് തങ്ങൾ ഒരു റിസോർട്ടിലാണ്. ആ റിസോർട്ടിന്റെ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. മനു ആണെന്നുണ്ടെങ്കിൽ ബാലേന്ദ്രൻ വിളിച്ചതോ അതുപോലെ തന്നെ ആ ഹോട്ടലിലെ ലൊക്കേഷൻ അയച്ചു കൊടുത്തതോ കാര്യങ്ങളൊന്നും വീട്ടിൽ ആരോടും പറയുന്നില്ല. രാവിലെ മനുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവരാരെങ്കിലും നിന്നെ കോണ്ടാക്ട് ചെയ്തോ? നീ ആരെങ്കിലും വിളിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നോ എന്നൊക്കെ. അപ്പോൾ താൻ ഒന്നും അറിയാത്ത മട്ടില് രാത്രി രേവതിക്കുട്ടി വിളിച്ചായിരുന്നു എന്നും അലീന അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം രേവതിക്കുട്ടി പറഞ്ഞ കാര്യം മാത്രമാണ് പറയുന്നത്. വൈജിയാണെന്നുണ്ടെങ്കിൽ രാത്രി ഒരു പോള കണ്ണടയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ രാജീവനെ വിളിക്കുന്നുണ്ട്, എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം മനു പറഞ്ഞത് പ്രകാരം രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് എറണാകുളത്തേക്ക് അലീന പോയിട്ടില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ഒരുപക്ഷെ അവർ 3 പേരും ഒരുമിച്ചാവാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാണ്. അതുകൂടി കേൾക്കുമ്പോഴേക്കും വൈജയ്ക്ക് ആകെ മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാവുകയാണ്. ശരിക്കും ബാലേന്ദ്രനും അതുപോലെ കൃഷ്ണമോളും എവിടെയാന്നുള്ള കാര്യം അറിയാനല്ല വൈജയ്ക്ക് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്, അലീന എവിടെയാന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. അതാണ് വൈജയുടെ ടെൻഷൻ. അത് മനു പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ്. അങ്ങനെ ആരുടെ പറയാതെ മനു സാധാരണ ജോലിക്ക് പോവാ എന്നുള്ള മട്ടും പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് നേരെ ചെല്ലുന്നത് അലീനയും ബാലേന്ദ്രനും കൃഷ്ണമോളും താമസിക്കുന്ന ആ റിസോർട്ടിലേക്കാണ്. അവിടെ ചെന്നിട്ട് അങ്കിള് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത്? എന്നെ അറിയിക്കാതെ അലീനയെ ഒരു പട്ടിയെ അവിടുന്ന് വലിച്ച് പുറത്തിടുന്നത് പോലെയല്ലേ എല്ലാവരും കൂടി ചേർന്നിട്ട് അലീനയെ പിടിച്ച് റോഡിലേക്ക് കൊണ്ടുപോയി തള്ളിയത്. എന്നിട്ട് അവളുടെ ബാഗ് എടുത്ത് വലിച്ചെറിഞ്ഞു. ഇതിന് മാത്രം അവൾ എന്ത് ദ്രോഹമാണ് ചെയ്തത്? അപ്പോഴേക്കും ബാലേന്ദ്രൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്നുള്ള കാര്യം മനുവിനും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അലീന വൈജയുടെ മകളാണെന്നുള്ള കാര്യം ഇപ്പോൾ ഇവരുടെ 4 പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മനസ്സിലാക്കി എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. ഇനിയിപ്പോൾ അങ്കിളുടെ പ്ലാൻ എന്താണ്? എത്ര ദിവസം എന്ന് വിചാരിച്ചിട്ടാണ് ഈ റിസോർട്ടിൽ തന്നെ താമസിക്കാൻ വേണ്ടി പറ്റുക എന്ന് മനു ചോദിക്കുന്നുണ്ട്. എന്തായാലും തിരികെ വീട്ടിലേക്ക് തന്നെ പോകണം. കാരണം കൃഷ്ണമോളെ ഒരിക്കലും ഒരുപാട് ദിവസം ഒന്നും റിസോർട്ടിൽ നിർത്താൻ വേണ്ടി പറ്റില്ല. അവളുടെ പഠിപ്പും കാര്യങ്ങളെല്ലാം മുടങ്ങുമല്ലോ. അതുകൊണ്ട് ഒരിക്കലും കൃഷ്ണമോളുടെ കുറെ ദിവസം അവിടെ നിർത്താൻ വേണ്ടി പറ്റില്ല. പക്ഷെ കൃഷ്ണമോളെ മാത്രമായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തിരിച്ച് അലീനയും കൊണ്ടിട്ട് തന്നെ വീട്ടിലേക്ക് കയറി ചെല്ലണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ബാലേന്ദ്രനുള്ളത്. കാരണം ബാലേന്ദ്രന്റെ വീടാണല്ലോ. അവിടെ ബാലേന്ദ്രന് വേറെ ആരുടെയും പെർമിഷൻ എടുക്കേണ്ട ഒരാവശ്യമില്ല.
പക്ഷെ അതിനു മുമ്പ് ഇനി ആ അലീനയെ തിരിച്ച് വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടി പോകുന്നത് തന്റെ മകളായിട്ടാണ്. വൈജയുടെ മകളാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടല്ല, തന്റെ മകളാണ് അലീന എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അത് മാത്രമല്ല, ബാലചന്ദ്രൻ മനുവിന്റെ അടുത്ത് തന്റെ മകളെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മനുവിന് താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മനുവിനാണെന്നുണ്ടെങ്കിൽ അലീനയെ ഓൾറെഡി ഇഷ്ടമാണല്ലോ. തനിക്ക് 100 വട്ടം സമ്മതമാണ്. പക്ഷെ അലീനയ്ക്ക് സമ്മതമാണെങ്കിൽ മാത്രം അലീനയ്ക്കും മനുവേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് താല്പര്യക്കുറവൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അലീനയും അതുപോലെ തന്നെ മനുവായിട്ട് ഉള്ള കല്യാണമാണ് ഇനി തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ സ്വന്തം മകളായിട്ടാണ് ബാലചന്ദ്രൻ തിരിച്ച് അലീനയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് ആർക്കും അവിടെ ഇറക്കി വിടാൻ വേണ്ടി പറ്റില്ലല്ലോ. ഒരു വേലക്കാരിയായിട്ട് തന്നെ അലീനയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാ എന്നുള്ള കാര്യം അതത്ര പ്രായോഗികമായിട്ട് ശരിയായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇനി വമ്പൻ ടെസ്റ്റുകളാണ് കേട്ടോ വരാൻ വേണ്ടി പോകുന്നത്. റിസോർട്ടിൽ നിന്ന് തിരിച്ച് അലീനയുമായിട്ട് ബാലചന്ദ്രൻ തിരിച്ചു കയറുന്ന സമയത്ത് വൈജയ്ക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാകും. അതുമാത്രമല്ല, കൃഷ്ണമോളാണെങ്കിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. ഇനി അലീനയ്ക്കും അച്ഛനും സപ്പോർട്ടായിട്ട് അമ്മയെ എതിർത്തുകൊണ്ട് കൃഷ്ണമോള് അലീനയുടെ കൈ പിടിച്ച് ബാലചന്ദ്രനെയും കൂട്ടി വീട്ടിന്റെ ഉള്ളിലേക്ക് കയറും. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ പറയാം കേട്ടോ. താങ്ക്